പവിത്രത്തിന്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോടതിയിലെത്തിയ പ്രസന്നൻ മൊഴി മാറ്റി പറഞ്ഞതുകൊണ്ട് വിശ്വൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ദർശന് കഴിയുന്നില്ല. ജഡ്ജ് കേസിന്റെ വിധി പറയുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും തന്നെ വീട്ടിലേക്ക് മടങ്ങിപ്പോവാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. എന്നാൽ വിനയനും നന്ദിനിയും കൂടി ഇവരെ ആരും കാണാത്തത് കൊണ്ട് തന്നെ ഉമ്മറത്തിങ്ങനെ നോക്കി നിൽക്കുകയാണ്. നന്ദിനി ചോദിക്കുന്നുണ്ട്, എന്താ വിനയേട്ടാ, അവരെ ആരെയും കാണുന്നില്ലല്ലോ, വിശ്വേട്ടൻ ഇന്ന് പുറത്തിറങ്ങുമായിരിക്കും അല്ലേ, വിശ്വേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജാമ്യം കിട്ടുമായിരിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ വിനയൻ പറയുന്നുണ്ട്, അറിയില്ല നന്ദിനി, ഇനി ഇത്രയും ദിവസമായിട്ടും നമുക്ക് ചേട്ടനെ പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് വേദ എന്ത് വന്നാലും ചേട്ടൻ പുറത്തിറങ്ങും എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് വാക്ക് തന്നിട്ടല്ലേ പോയിരിക്കുന്നത്. അവൾ ഇന്നേ വരെ ചെയ്ത ഒരു കാര്യവും തോറ്റിട്ടില്ല, അവൾ ജയിച്ചേ വന്നിട്ടുള്ളൂ, ഇതും നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കോടതിയിൽ പോയ എല്ലാവരും തിരിച്ചു വരുവാണ്. അവരെ കണ്ടതും വിനയൻ ഓടി വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ഉണ്ടായി അച്ഛാ, ചേട്ടനെ അവർ വെറുതെ വിട്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല. എല്ലാവരും മിണ്ടാതെ വന്നിരിക്കുകയാണ്. എന്നാൽ അകത്ത് കയറിയതും വിക്രം വേദയുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എടി ഇതാണോ നീ ഇന്ന് ചേട്ടനെ പുറത്തിറക്കുമറിഞ്ഞ് എന്ന് പറഞ്ഞത്? ഈ ഒരു സാക്ഷ്യം കണ്ടിട്ടാണോ നീ എൻ്റെ ചേട്ടൻ പുറത്തിറങ്ങുമെന്ന് പറഞ്ഞത്? എന്നിട്ടിപ്പോൾ എന്തായി? നിൻ്റെ വാക്ക് കേട്ടിട്ടാണ് ഞാനും ഒന്നും ചെയ്യാതിരുന്നത്. നീ പറഞ്ഞതനുസരിച്ച് ചേട്ടൻ പുറത്തിറക്കാൻ പറ്റുമെന്ന് ഞാനും വിശ്വസിച്ചു പോയി. ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് പറയുമ്പോൾ നമ്മുടെ മാഷ് വിക്രമിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എന്തിനാ ആ കുട്ടിയോട് ദേഷ്യപ്പെടുന്നത്? ഇത്രയും ദിവസമായിട്ട് നിൻ്റെ ചേട്ടനെ പുറത്തിറക്കാൻ നിനക്ക് സാധിച്ചോ? എന്നിട്ടാണോ ആ കുട്ടിയെ നീ വഴക്ക് പറയുന്നത്? അതിനുള്ള അധികാരം നിനക്കില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ കമലാമ്മ ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കുന്നില്ല. വിക്രമിനോട് മാഷ് ദേഷ്യപ്പെടുന്നത് കമലാമ്മയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. കമലാമ്മ മാഷിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ മാഷെ നിങ്ങൾ വിക്രമിനെ വഴക്ക് പറയുന്നത്? അവൻ എന്ത് ചെയ്തു? ഇവളല്ലേ എല്ലാത്തിനും കാരണം. ഇവൾ കാരണമാണ് ഈ കുടുംബത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഇവൾ ഈ വീട്ടിൽ നിന്നും പോയാൽ തീരാവുന്ന പ്രശ്നമേ നമ്മൾ വീട്ടിലുള്ളൂ എന്ന് പറയാണ്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് വേദയുടെ ചേട്ടൻ കയറി വരുന്നുണ്ട്. വേദയോട് ചോദിക്കുന്നുണ്ട്, എന്താടി നീ കൊണ്ടുവന്ന സാക്ഷി മൊഴി മാറ്റി പറഞ്ഞോ? മൊഴി മാറ്റി പറയാതിരിക്കണമെങ്കിലേ പണം ഇങ്ങനെ എണ്ണി എറിഞ്ഞു കൊടുക്കണം. അതിന് നിനക്ക് കഴിഞ്ഞില്ലല്ലോ. ഇനി അടുത്ത സാക്ഷിയെ കൊണ്ടുവരുമ്പോൾ നീ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, നീയൊക്കെ ഒരു മനുഷ്യനാണോ? ഇത്രയും വലിയ ചതി എന്തിനാ ആ പാവത്തിനോട് നീ ചെയ്യുന്നത്? നീ ഇതൊക്കെ ചെയ്യുന്നത് അച്ഛനിവിടെ നാട്ടിലില്ലെന്നുള്ള അഹങ്കാരത്തോടെയല്ലേ? അച്ഛനിതെല്ലാം അറിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് നിനക്കറിയാവോ? ഇത് കേൾക്കുന്ന ശ്രീ പറയുന്നുണ്ട്, എന്താ ഉണ്ടാവുമെന്ന് എനിക്കറിയാം, നീ എന്നെ പഠിപ്പിക്കണ്ട. അച്ഛനെ നീ എങ്ങാനും വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, അച്ഛൻ ആ സന്തോഷത്തിൽ ഇതെല്ലാം മറക്കും. എനിക്കറിയാം എൻ്റെ അച്ഛനെ എന്ന് പറയുന്നുണ്ട്. ആഷ് എഴുന്നേറ്റ് ശ്രീയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എൻ്റെ മോനെ ഇങ്ങനെ കഷ്ടത്തിലാക്കുന്നത്? അവനിങ്ങനെ ദ്രോഹിക്കുന്നത് എന്തിനാ? അവനൊരു പാവമാണ്. എത്രത്തോളം പാവമാണെന്ന് നിനക്കറിയില്ല. അപ്പോൾ ശ്രീ പറയുന്നുണ്ട്, എനിക്കതറിയാം മാഷേ, ഇത് ഞാൻ വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല. ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് എൻ്റെ പെങ്ങളുണ്ടല്ലോ ഈ വേദ, ഇവൾക്ക് വേണ്ടിയാണ്. ഇവൾ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മകനെ വെറുതെ വിടാം. ഞാൻ ഈ കേസിൽ നിന്നും പിന്മാറാം. ഇത് കേൾക്കുന്ന എല്ലാവരും വേദയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കമലാമ്മ പറയുന്നുണ്ട്, കേട്ടോടി, നിൻ്റെ ചേട്ടൻ്റെ കൂടെ ഒന്ന് പോയി തരുമോ? അങ്ങനെയാണെങ്കിലും എൻ്റെ മകനൊന്ന് രക്ഷപ്പെട്ടോടേ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശ്രീജ പൊട്ടിക്കറിയാട്ടോ. എന്നിട്ട് വേദയോട് പറയുന്നുണ്ട്, വേദേ, നീ നിൻ്റെ ജീവിതത്തിന് വേണ്ടി എൻ്റെ ജീവിതം നശിപ്പിക്കുന്നത് ശരിയാണോ? നീ ഒന്ന് ചിന്തിക്ക് വേദേ. എനിക്ക് എൻ്റെ ചേട്ടൻ പാവമാണ്. എൻ്റെ ചേട്ടൻ, എനിക്ക് എൻ്റെ ചേട്ടനെ വേണം. ചേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല വേദ, നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നെല്ലാം ഇതെല്ലാം കേട്ടുകൊണ്ട് വേദ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. വേദ ചേച്ചിയോട് ചോദിക്കുന്നുണ്ട്, കമലാമ്മയോട് പറയാണ്, അമ്മേ, ചേട്ടൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ ഇതെല്ലാം ഇപ്പോൾ പറയും, പക്ഷേ നടന്നു കഴിയുമ്പോൾ ഇദ്ദേഹം വാക്കെല്ലാം മാറ്റി പറയും. ചേട്ടൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശ്രീ ഇതൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല. ശ്രീ പറയുന്നുണ്ട്, കണ്ടില്ലേ ഇവൾ പറയുന്നത്, നിങ്ങളുടെ മുന്നിൽ വെച്ചല്ലേ ഇവൾ എൻ്റെ ഒപ്പം വരില്ലെന്ന് പറയുന്നത്. നിങ്ങൾക്കറിയോ, ഞാൻ തരുന്ന വാക്ക് ഞാൻ പാലിച്ചിരിക്കും. ഇവൾ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരാമെന്ന് സമ്മതിച്ചാൽ നിങ്ങളുടെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞാൻ കോടതിയിൽ തെളിയിക്കും. ക്യാഷ് എൻ്റെ കയ്യിൽ നിന്നും കളഞ്ഞു പോയതാണെന്ന് ഞാൻ സ്വയം സമ്മതിക്കും.
അങ്ങനെ നിങ്ങളുടെ മകൻ്റെ പേരിൽ ഒരു കേസും ഉണ്ടായിരിക്കില്ല. അത് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. പക്ഷേ ഇവൾ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാമെന്ന് മാഷിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ശ്രീ പറയുന്നുണ്ട്. ശ്രീ അവിടെ നിന്നും പോകുന്നുണ്ട്. അതിനുശേഷം വിക്രം ദേഷ്യത്തോടെ വേദയെ നോക്കുകയാണ്. വേദയാണെങ്കിൽ നിസ്സഹായതയോടെയാണ് വിക്രമിനെ നോക്കുന്നത്. കമലാമ്മ വേദയെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, കണ്ടോ അവൾക്ക് എന്തെങ്കിലും ഒരു കൂസലുണ്ടോ എന്ന് നോക്ക്. ഇവൾ നമ്മളുടെ എല്ലാവരുടെയും ജീവനെടുത്ത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകത്തുള്ളൂ. ഇത് കേട്ട് ശ്രീജയും കമലാമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. വേദ വേഗം തന്നെ വിക്രമിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. വിക്രം എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. വിക്രം, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. പക്ഷേ ഇതൊന്നും കേട്ടിട്ടും വിക്രം ഒന്നും പ്രതികരിക്കാത്തതുകൊണ്ട് വിക്രമിനോട് വേദ ചോദിക്കുന്നുണ്ട്, എന്താ വിക്രം, ഞാൻ പറഞ്ഞതൊന്നും നീ കേൾക്കുന്നില്ലേ? അപ്പോഴാണ് വിക്രം തലപൊക്കി വേദയുടെ മുഖത്തേക്ക് നോക്കുന്നത്. എന്താ നീ പറഞ്ഞത്? ഞാനൊന്നും ശ്രദ്ധിച്ചില്ല, ഞാൻ എന്തോ ആലോചനയിലായിരുന്നു. എന്താ എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. അല്ല, ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നീയൊന്നും കേൾക്കാത്ത മട്ടിലിരിക്കുന്നതുകൊണ്ട് ചോദിച്ചതാ. പെട്ടെന്ന് വിക്രം ചോദിക്കുന്നുണ്ട്, നീ ആ കോടതിയിൽ ഹാജരാക്കിയ സാക്ഷിയുണ്ടല്ലോ പ്രസന്നൻ, അവന് നീ കൊണ്ടുവന്ന സാക്ഷി വളരെ സത്യമുള്ളത് തന്നെയാണോ? അവൻ നിൻ്റെ ചേട്ടൻ്റെ വലത് കൈയല്ലേ? നിനക്ക് ഉറപ്പല്ലേ? അവനല്ലേ ഇതിനെല്ലാം കൂട്ടുനിന്നിട്ടുണ്ടാവുക? നിനക്ക് ഉറപ്പാണോ വേദേ എന്ന് ചോദിക്കുകയാണ്. വേദ പറയുന്നുണ്ട്, എനിക്ക് ഉറപ്പാണ്, അവൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്, അവനും ചേട്ടനും കൂടെ. അവൻ്റെ വീട്ടിൽ ചെന്ന് അവൻ എല്ലാ സത്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞതാണ്. പക്ഷേ കോടതിയിലെത്തിയപ്പോൾ എല്ലാം അവൻ മൊഴിമാറ്റി പറഞ്ഞു. ചേട്ടൻ്റെ കളി തന്നെയാണ് ഇത് എന്ന് വീണ്ടും പറയുന്നുണ്ട് വേദ. ഇത് കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട്, ശരി, നീ കേസിൻ്റെ എല്ലാ ഇതും പഠിച്ചതല്ലേ? വേദ പറയുന്നുണ്ട്, അതെ, ഞാൻ എല്ലാം പഠിച്ചു. ഇത് ചേട്ടൻ ചെയ്തതാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ പ്രസന്നൻ തന്നെയാണ് ചേട്ടൻ്റെ ഒപ്പം ഉണ്ടായിരിക്കുന്നത്. അയാൾ എല്ലാം എന്നോട് തുറന്ന് പറഞ്ഞതാ വിക്രം. പക്ഷേ അവിടെ എത്തിയപ്പോൾ അയാൾ എല്ലാം തിരുത്തി പറഞ്ഞു. ഇത് കേട്ട് വിക്രം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ശരി, എൻ്റെ മനസ്സിലൊരു ഐഡിയ തോന്നുന്നുണ്ട്. വർക്കൗട്ട് ആവുമെന്നൊന്നും എനിക്കറിയത്തില്ല. നീ പ്രസന്നനുണ്ടല്ലോ, പ്രസന്നനാണല്ലോ ബാങ്കിൽ നിന്നും ക്യാഷ് എല്ലാം വിഡ്രോ ചെയ്തത്. അപ്പോൾ ആ ക്യാഷ് നേരെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടാവുക നിൻ്റെ ചേട്ടൻ്റെ കയ്യിലല്ലേ? ആണെന്ന് നിനക്ക് ഉറപ്പാണല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ശരിയാണ്, അത് ചേട്ടൻ്റെ കയ്യിലുണ്ടായിരിക്കാം. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അത് ചേട്ടൻ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് നിനക്കറിയാവോ? അപ്പോൾ വേദ പറയുന്നുണ്ട്, ഇല്ല, അതെങ്ങനെ ഞാൻ പറയാനാണ്? ചിലപ്പോൾ ഓഫീസിലായിരിക്കാം, അല്ലെങ്കിൽ ഏതെല്ലാം ഒരുപാട് ലോക്കറുകളുണ്ട്, ചിലപ്പോൾ അവിടെ ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലായിരിക്കാം. എനിക്കെങ്ങനെയാണ് എവിടെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ശരി, നിനക്കറിയില്ലെങ്കിലും ഇത് കൊണ്ടുകൊടുത്ത ഈ പ്രസന്നനുണ്ടല്ലോ, അവനക്കറിയായിരിക്കും. നിൻ്റെ ചേട്ടൻ്റെ വലം കൈയാണല്ലോ. അത് കേൾക്കുന്ന വേദ പറയുന്നുണ്ട്, ശരിയാ, ചിലപ്പോൾ അവനക്കറിയായിരിക്കാം. പക്ഷേ നിനക്കെന്ത് ചെയ്യാൻ പറ്റും? അവൻ അറിയാമെന്ന് ഇവിടെ നിന്ന് പറയും. പക്ഷെ കോടതിയിലെത്തിയാൽ അവൻ മൊഴി മാറ്റി പറയും. ഇത് തന്നെയാണ് ഇപ്പോൾ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഇനിയും അവൻ അങ്ങനെ തന്നെയാണ് ചെയ്യത്തുള്ളൂ. ഇത് കേൾക്കുന്ന വിക്രം പറയുന്നുണ്ട്, അത് നീ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കാഞ്ഞിട്ടാ, എൻ്റെ രീതിയിൽ ചോദിക്കണം. അപ്പോൾ ഒരിക്കലും അവൻ മൊഴി മാറ്റി പറയത്തില്ല. പിന്നെ അവനെ കോടതിയിലേക്കൊന്നും ഞാൻ എത്തിക്കത്തില്ല. അല്ലാണ്ട് തന്നെ ഡീല് ചെയ്യാൻ എനിക്കറിയാം. അവനെ കാണേണ്ട രീതിയിൽ ഞാൻ കാണുന്നുണ്ട്. നീ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് പ്രസന്നനെ പിടിച്ചു കെട്ടി അനിയൻകുട്ടനും രാജേട്ടനുമെല്ലാം വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവരാണ്. അവിടെ നമ്മുടെ വിക്രമുണ്ട്. പ്രസന്നൻ അലറിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, എടാ, ഞാൻ ആരാണെന്നറിയാമോ? ഞാൻ ജനറൽ മാനേജർ ആരടാ എന്ന് ഉറക്കെ വിളിച്ച് പറയാണ്. ഇത് കേട്ട് നമ്മുടെ വിക്രം ചോദിക്കുന്നുണ്ട്, നിനക്ക് ഞാൻ ആരാണെന്ന് അറിയാമോടാ എന്ന് ചോദിക്കുമ്പോൾ, ഓ, എനിക്കറിയാം, നിങ്ങൾ വിക്രം സാറല്ലേ എന്ന് ചോദിക്കുക കേട്ടോ. ഓ അതെ, ഞാൻ വിക്രം തന്നെയാണ്. നീ ജയിലിൽ നിങ്ങളുടെ ക്യാഷ് മോഷ്ടിച്ചെന്ന് പറഞ്ഞ് ജയിലിലാക്കിയിരിക്കുന്ന അദ്ദേഹം ആരാണെന്ന് നിനക്കറിയാവോ? ഓ അറിയാം, അദ്ദേഹം നിങ്ങളുടെ ചേട്ടനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പ്രസन्न. പിന്നീട് വിക്രം പ്രസന്നനോട് ചോദിക്കുന്നുണ്ട്, ഇനി ഉണ്ടായ സംഭവമെല്ലാം കോടതിയിൽ നിന്ന് പറയാവോ? പറയും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ പ്രസന്നൻ പറയുന്നുണ്ട്, ഇല്ല, ഇതിന് ഉണ്ടായ സംഭവമാണല്ലോ ഞാൻ വന്ന് പറഞ്ഞത് കോടതിയിൽ. ഇതിലും കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. എല്ലാം മാത്രമാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്ന സമയത്ത് വിക്രം അവനെ ഇട്ട് തല്ലാൻ വേണ്ടിയിട്ട് രാജേട്ടനോട് പറയാട്ടോ. അങ്ങനെ അവർ നല്ല പൊതിരെ കൊടുക്കുന്നുണ്ട്. എന്നാലും പ്രസന്നൻ സത്യം പറയില്ല എന്ന് പറഞ്ഞ് ഉറച്ച തീരുമാനത്തിലാണ്. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ആ ക്യാൻ എടുത്തുകൊണ്ട് വാ രാജേട്ട എന്ന് പറയാണ്. രാജേട്ടൻ ക്യാൻ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഇനിയെങ്കിലും നീ സത്യം പറഞ്ഞോ? കണ്ടോ, ഈ ക്യാനിലെ